ഇത് നമ്മുടെ വീടല്ലേ, ഇവിടുന്ന് നമ്മളെ ആര് പുറത്താക്കാനാ? അതെ, നിങ്ങളുടെ പുന്നാര മരുമോളെ നമ്മളെ ഏതോ നഴ്സിംഗ് ഹോമിലാക്കുന്നതിനെ കുറിച്ച് ആരോടോ ഫോണിൽ പറയുന്നത് ഞാൻ കേട്ടു. എനിക്ക് ഒരു സമാധാനവും ഇല്ലെന്നേ. ഒന്ന് പോടി. നമ്മുടെ മക്കള് നമ്മളോട് അങ്ങനെ ഒന്നും ചെയ്യില്ല. നമ്മൾ അവർക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടതാ, അതൊക്കെ അവര് മറക്കുമോടി. കാത്തിരുന്ന് കാണാം. അതിനു മുമ്പ് കർത്താവ് നമ്മളെ അങ്ങ് വിളിച്ചാൽ മതിയായിരുന്നു. കത്രീനെ, മോളെ കത്രീനെ. ഓ, ഈ തള്ളയെ കൊണ്ട് തോറ്റു. എത്ര പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നെ ഇങ്ങനെ കത്രീന കത്രീന എന്ന് വിളിക്കരുതെന്ന്. മോളെ, അതിന് ഞാൻ നിന്റെ പേരല്ലേ വിളിച്ചത്? അത് പണ്ട് സിറ്റിസൺ ആയപ്പോ ഞാൻ പേര് മാറ്റിയ കാര്യം അമ്മച്ചിക്ക് ഓർമ്മയില്ലേ? അച്ഛനോട് കൂടിയാ പറയുന്നത്. എന്തോന്ന് ക്യാറ്റോ? എന്നിട്ട് വേണം മരുമോളെ പട്ടി പൂച്ച എന്ന് വിളിച്ചെന്നും പറഞ്ഞ് പേരുദോഷം കേൾപ്പിക്കാൻ. ഞാൻ ഒന്നും വിളിക്കുന്നില്ല, അതാണ് ആരോഗ്യത്തിന് നല്ലത്. ആകോട്ടെ, എന്തിനാണ് വിളിച്ചേ? അത് മോളെ, ഞാൻ ഇന്നലെ ഒരു പോളെ കണ്ണടച്ചില്ല. ഭയങ്കര മുട്ടുവേദനയായിരുന്നു. നിനക്കിന്ന് ഓഫല്ലേ മോളെ? കുറച്ച് കുഴമ്പ് പുരട്ടി ഒന്ന് ചൂട് വെച്ചതാ. കുഴമ്പോ? അതിന്റെ നാട്ടിൽ എനിക്ക് സഹിക്കാൻ മേല. അപ്പൊ വേറെ പണി നോക്ക്, ഒരു ടൈലർ എടുത്ത് കഴിക്ക. എനിക്ക് വേറെ ജോലിയുണ്ട്. ഓരോ നേരം അയ്യോ, എന്റെ കർത്താവേ, ഒരു വേദനയാ. അയ്യോ, നീ വിഷമിക്കാതെ, കുറച്ച് കഴിഞ്ഞ് ഞാൻ നിനക്ക് കുഴമ്പിട്ട് തരാം. അയ്യോ എന്റെ കർത്താവേ, എങ്കിലിന്ന് കാക്ക മലർന്ന് പറക്കും. മോളെ മോളെ, ഇന്നേ പള്ളിയിലെ സേവികാ സംഘം മീറ്റിംഗ് ഉണ്ടേ, നമുക്കൊന്ന് പോയാലോ? അച്ഛന്മാരെപ്പോഴും നിന്റെ കാര്യം ചോദിക്കും. ഓ, അച്ഛന്മാർക്കൊക്കെ അത് പറയാം. എനിക്ക് വേറെ ഒരുപാട് പണിയുണ്ട്. ആകെ കിട്ടുന്ന സാറ്റർഡേയാ. ഒരു സാറ്റർഡേ കിട്ടിയാൽ പിള്ളേരെ സോക്കറിനും ഡാൻസിനും ഒക്കെ കൊണ്ടുപോകണം. പിന്നെ എനിക്ക് അസോസിയേഷനിലെ മീറ്റിംഗിന് പോകണം. അമ്മച്ചി, ഈ സേവിക സംഘമൊക്കെ പണിയില്ലാത്തവർക്കും റിട്ടയർ ചെയ്തവർക്കൊക്കെ പറഞ്ഞിട്ടുള്ളതാ. അയ്യോ മോളെ, അങ്ങനെയല്ല. ഇതേ 18 വയസ്സ് കഴിഞ്ഞ എല്ലാ മാർത്തോമാ സ്ത്രീകൾക്കും ഉള്ളതാ. അമ്മച്ചി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് സമയമില്ല. ഞാൻ എന്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ലേറ്റ് ആയി, ഞാൻ പോവാ. സ്ഥിരമായി പള്ളിയിൽ പോയിരുന്ന നമ്മുടെ മോനെ കൂടി നമ്മൾ നശിപ്പിച്ചല്ലോടി. ദൈവമേ, ഈ വയ്യാത്ത ഞാൻ തന്നെ വെച്ചുണ്ടാക്കണമല്ലോ. അടിപൊളി, നിങ്ങൾ സൂപ്പറായി ചെയ്തു. നെക്സ്റ്റ് ടൈം ഞാനും വരാം. സത്യം പറയാലോ, നിങ്ങളുടെ കൂടെ വരുമ്പോഴാണ് ഞാനൊന്ന് എൻജോയ് ചെയ്യുന്നത്. വീട്ടിൽ ചെന്ന എന്റെ ഇൻലോസ് എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും. തന്റെ കാര്യം കഷ്ടം തന്നെ. ആക്ച്വലി അവരെന്റെ ഫ്രീഡത്തിന് ഒരു തടസ്സമാണ്. ഹസ്ബൻഡിനെ എന്തെങ്കിലും പറഞ്ഞ് പാട്ടിലാക്കി അവരെ ഏതെങ്കിലും നഴ്സിംഗ് ഹോമിൽ വിടണം. അത് കഴിഞ്ഞ് വേണം ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യാൻ. ഗുഡ് ലക്ക് വിത്ത് ദാറ്റ്. എന്തായാലും ഇപ്പൊ ഞാൻ പോട്ടെ. See you all. Bye. എനിക്കൊരു ആപത്ത് വന്നപ്പോ സഹായിക്കാൻ ഒരെണ്ണം പോലും ഇല്ല. എപ്പോഴും അടിച്ചു പൊളിച്ച് കൂടെ നിന്ന് ഒരെണ്ണം പോലും ഫോൺ എടുക്കുന്നില്ലല്ലോ.
മോളെ, നിനക്ക് ഈ ചോറും കറിയൊന്നും അത്ര ഇഷ്ടമല്ല എന്ന് അമ്മച്ചിക്ക് അറിയാം. മോള് തൽക്കാലം എന്താ ഇതൊന്നും കഴിക്കും മോളെ. മോളെ, ഈ വെള്ളം കുടിക്കും മോളെ. എന്താ മോളെ? നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഒരിക്കലും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടില്ല, വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഓ, അതൊന്നും ഓർത്ത് എന്റെ മോളിപ്പോ മനസ്സ് വിഷമിപ്പിക്കണ്ട. അമ്മയ്ക്ക് ഇതെങ്ങനെ സാധിക്കുന്നു? മോളെ, നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കാനും അവരെ സ്നേഹിക്കാനുമാ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ മോളെ. ഇവരൊക്കെ നമ്മുടെ പള്ളിയിലെ സേവികാ സംഘത്തിലെ അംഗങ്ങളാ. അത് ഭയങ്കര വേദനയാണ്. കൈക്ക് ഫ്രാക്ചർ ഉണ്ട്. പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. വയ്യാത്ത പാവ അമ്മച്ചിയാ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. വിഷമിക്കണ്ട, എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കാൻ മടിക്കണ്ട. ഞങ്ങള് കുറച്ച് ദിവസത്തേക്കുള്ള ഭക്ഷണവും കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇതുവരെ നിങ്ങളെ പുച്ഛത്തോടെയാണ് നോക്കിയിരുന്നത്. ഒരുപക്ഷെ അതിന്റെ ശിക്ഷയായിരിക്കാം ഞാനിപ്പോ അനുഭവിക്കുന്നത്. അങ്ങനൊന്നും ചിന്തിക്കണ്ട. വിഷമസന്ധികൾ ദൈവം ഒരുക്കുന്ന സാധ്യതകളാണ്. അതെ, ഇതൊരു മാറ്റത്തിനുള്ള സമയമാണ്. ഈ ഒരു അവസ്ഥ എന്നെ കണ്ണു തുറപ്പിച്ചു. എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി. ഇന്നു മുതൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഞാനും പങ്കെടുക്കും. ആരാധനയ്ക്ക് ഒരുമിച്ച് പോകും. നന്നായി മോളെ, ദൈവം ഞങ്ങൾ പ്രാർത്ഥന കേട്ടു. ക്രിസ്മസ് ഒക്കെ അല്ലേ? ഇതാ ഒരു ക്രിസ്മസ് കേക്ക്. ക്രിസ്മസ് സാഹോദര്യത്തിന്റെയും പങ്കുവെക്കലിന്റെയും സ്നേഹത്തിന്റെയും സമയമാണല്ലോ. ക്രിസ്മസ് പാട്ടുകളുള്ള ആഘോഷങ്ങളുടെ സമയം മാത്രമല്ല, മറിച്ച് ഒറ്റപ്പെട്ട് കഴിയുന്നവരെ ചേർത്ത് പിടിക്കുവാനും പ്രയാസത്തിലിരിക്കുന്നവരെ കരുതുവാനും അവരെ ഉൾക്കൊള്ളുവാനുമാണ് നാം ശ്രമിക്കേണ്ടത്. മഞ്ഞു പെയ്യുന്ന കുളിർ രാവിൽ വെള്ളിലുദിച്ച പൊൻതാരകം രക്ഷകളിലേക്ക് താരകങ്ങളായി വിളിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ക്രിസ്തുദേവൻ ജനിക്കുവാൻ ഈ ക്രിസ്മസ് ഇടയാക്കട്ടെ. വന്നു ചേർന്ന ഏവർക്കും ക്രിസ്റ്റോസ് മാർത്തോമ ചർച്ച് കോൾക്ക് സേവിയ സംഘത്തിന്റെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. Special thanks to Ruben Babu for his technical support, Simi Matthews as Appachan, Jomi Lino as Amachi, Sharon Jobin as daughter-in-law, G.B. Sajin as friend.